ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുലാവ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടിയിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, വഴനയില, അതുപോലെ തന്നെ ഏലക്കായ്, സ്റ്റാർ അനീസ്, ഒരു വഴനയില, ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 2 പച്ചമുളക്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ കോളിഫ്ലവർ, കുറച്ച് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിനൊന്നും അത്ര വേവില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് ബസ്മതി അരി ഏകദേശം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് ഊറ്റിയെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തിളപ്പിച്ച് വേണം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവാൻ അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.